ഗുഡ് മോർണിംഗ് ഒരു പ്രേസ് എൻ്റെ പേര് മഞ്ജു. ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യേശുക്രിസ്തു നമ്മൾ വളരെയധികം സ്നേഹിക്കുന്നു. നമ്മൾ ആരാലും ചതിക്കപ്പെട്ടു പോകരുതെന്ന് ദൈവത്തിന് വളരെയധികം ആഗ്രഹമാണ് അല്ലേ. നമുക്കറിയാം ദുരുപദേശകന്മാർ അല്ലേ, ദുരുപദേഷ്ടകന്മാർ ഒരുപാട് ഉണ്ടാവും നമ്മുടെ ഇടയിൽ എന്നും. ഫോൾസ് ആയിട്ടുള്ള പ്രോഫറ്റുമാർ നമ്മുടെ ഇടയിൽ ഉണ്ടാകുമെന്ന് എല്ലാം ദൈവം പറയണം നമ്മളോട് അല്ലേ. ദൈവത്തിൻ്റെ വചനത്തെ അത് വളച്ചൊടിച്ച് അവർക്കിഷ്ടമുള്ള രീതിയിലേക്കാക്കുന്ന ഒരുപാട് പേര് നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാകും എന്നും അവരെ മനസ്സിലാക്കണമെന്നും അതനുസരിച്ച് അവരെ അവരുടെ എന്താ പറയുക അവരുടെ മാർഗങ്ങളിൽ ചെന്ന് വീണു പോകരുതും എന്നും ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്നു. അപ്പം അതറിയണമെങ്കിൽ, അവരെ പറ്റി അറിയണമെങ്കിൽ അല്ലെ, നമ്മൾക്ക് ദൈവത്തിൻ്റെ വഴികളെപ്പറ്റി നല്ല നിശ്ചയമുണ്ടായിരിക്കണം, ദൈവത്തിൻ്റെ വചനത്തെപ്പറ്റി നല്ല നിശ്ചയമുണ്ടായിരിക്കണം, ദൈവത്തിൻ്റെ കൃപ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കണം അല്ലെ. അല്ലെങ്കിൽ നമ്മൾ മനുഷ്യർ മിക്കവാറും തന്നെ ആൾക്കാർ വീണു പോകുക തന്നെ ചെയ്യും അല്ലെ. നമ്മളുമായിട്ടൊരു പേഴ്സണൽ റിലേഷൻഷിപ്പ് വേണമെന്നാണ് യേശുക്രിസ്തു ആഗ്രഹിക്കുന്നത്. അപ്പം അതിനായിട്ട് നമ്മൾ ദൈവത്തിൻ്റെ അടുത്തേക്ക് നമുക്ക് ചെല്ലാം അല്ലെ. നമുക്കൊരു പേഴ്സണൽ റിലേഷൻഷിപ്പ് കൂടിയേ പറ്റും. അപ്പോൾ നമ്മുടെ ഇടയിൽ പലരും വന്നു പോവുക ചെയ്യുക തന്നെ ചെയ്യും. പക്ഷേ നമ്മൾക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ അത് നമ്മൾക്ക് അവനിൽ നിന്ന് കിട്ടുന്ന വെളിപാടുകളും യേശുക്രിസ്തുവിൽ നിന്ന് കിട്ടുന്ന വെളിപാടുകളും അല്ലെ, യേശുവുമായിട്ടുള്ള ആ ഒരു ബന്ധവും അത് മാത്രമാണ് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ അതിനെപ്പറ്റിയാണ് എനിക്ക് സംസാരിക്കാൻ. അപ്പോൾ നമുക്ക് മുമ്പോട്ട് പോകാം. നമുക്കൊന്ന് പ്രാർത്ഥിച്ച് സംസാരിക്കാം. കർത്താവ് സമയത്തായിട്ട് നന്ദി പറയുന്നു. താങ്ക് യു ജീസസ് മാസ്റ്റർ. പ്രേസ് ആൻഡ് വർഷിപ്പ്. താങ്ക് യു ലോർഡ് ഗോഡ് ഓൾമൈറ്റി മാസ്റ്റർ ഗോഡ്. ഞങ്ങളോട് സംസാരിക്കാൻ നന്ദി പറയുന്നത്, ഞങ്ങളുടെ വചനത്തിനായിട്ട് നന്ദി പറയുന്ന കർത്താവിനോട് എന്നും ഞങ്ങളോട് സംസാരിക്കുന്ന പോലെ ഇന്നും ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമെന്ന് അപേക്ഷിക്കുന്നു. അങ്ങനെയായിട്ടൊരു ഡീപ്പായിട്ടുള്ള റിലേഷൻഷിപ്പിലേക്ക് ഞങ്ങൾ നയിക്കണമെന്ന് അപേക്ഷിക്കുന്നു. അങ്ങനെ ഗ്ലോറിഫൈ ചെയ്യുന്നതിനായിട്ട് യേശുവിൻ്റെ നാമം തന്നെ ആമേൻ. അപ്പോൾ നമുക്കിന്ന് രണ്ടാമത്തെ പത്രോസിലേക്ക് പോകാം. രണ്ടാമത്തെ പത്രോസ് അതിന് 3 ചാപ്റ്ററുകളുള്ളത്. അപ്പം 3 ചാപ്റ്ററുമായിട്ട് പത്രോസ് വഴി ദൈവം നമ്മളോട് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താ പറയുക, ദുരുപദേശകന്മാർ ഒരുപാട് പേര് വരും അല്ലെ. അതുപോലെ തന്നെ ദൈവത്തിന്റെ വചനത്തെ വളച്ചൊടിച്ചുകൊണ്ട് അതിനെ കളിയാക്കി അല്ലെ, സ്കോഫേഴ്സ് കളിയാക്കി നടക്കുന്ന ആൾക്കാരും ഒക്കെ വളരെയധികം ആൾക്കാരുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിന്റെ വചനത്തെ വളച്ചൊടിക്കുന്ന ആൾക്കാരും ദൈവത്തെ കളിയാക്കുന്നവരും അല്ലെ, അങ്ങനെയായിട്ടുള്ള പല ആൾക്കാരും വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ അതിനെപ്പറ്റിയൊക്കെ ഒന്ന് മൈൻഡ്ഫുൾ ആയിരിക്കുക അല്ലെ. നമ്മൾ ദൈവത്തിന്റെ വചനം അറിയുന്നവരായിരിക്കുക, ദൈവത്തിന്റെ വചനത്തിൽ നിലകൊള്ളുന്ന വ്യക്തികളായിരിക്കും എന്ന് അതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ പത്രോസിന്റെ 1-ാമത്തെ ചാപ്റ്റർ 16 തൊട്ട് 21 വരെ വായിക്കാം. അത് കഴിഞ്ഞ് രണ്ടാമത്തെ ചാപ്റ്റർ 1 തൊട്ട് 3 വരെ ഒന്ന് വായിക്കാം. അപ്പൊ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, രണ്ടാമത്തെ പത്രോസിന്റെ 1-ാമത്തെ ചാപ്റ്ററിന്റെ 16 തൊട്ട് 21 വരെയുള്ള വാക്കുകളും രണ്ടാമത്തെ പത്രോസിന്റെ 2-ാമത്തെ ചാപ്റ്ററിന്റെ 1 തൊട്ട് 3 വരെയുള്ള വാക്കുകളും ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്: ഞങ്ങൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശക്തിക്കും പ്രത്യക്ഷതയും നിങ്ങളോട് അറിയിച്ചത് നിർമ്മത കഥകളെ പ്രമാണിച്ചല്ല, അവന്റെ മഹിമ കണ്ട സാക്ഷികളായി തീർന്നിട്ടേ. അപ്പൊ പത്രോസിന്റെ അവസാന കാലമായിട്ട് എഴുതിയിരിക്കുന്ന ഒരു ലെറ്ററാണിത്. അപ്പൊ ഇതേ ചാപ്റ്റർ തന്നെ പത്രോസ് പറഞ്ഞിട്ടുണ്ട്, യേശുക്രിസ്തു ഓൾറെഡി ഇൻഫോം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു പത്രോസിനോട്, ഈ ലോകത്തിലെ പത്രോസിന്റെ വാസം തീരാൻ പോകുന്നു എന്നുള്ള കാര്യം. അപ്പൊ ഇത് എഴുതുന്ന സമയത്ത് പത്രോസ് റോമിലാണ്. അപ്പൊ അങ്ങനെയാകുമ്പം ഇവിടെ പത്രോസ് ഇങ്ങനെ പറഞ്ഞിരിക്കുക, ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. അപ്പൊ അപ്പോസ്തലന്മാര് അല്ലെ, അപ്പോസ്തലന്മാര് എല്ലായിടത്തും നടന്ന് എന്താ പറയാ, ദൈവത്തിന്റെ വചനം പറഞ്ഞുകൊണ്ടാണല്ലോ പലരും രക്ഷിക്കപ്പെട്ടത്, പലരും അല്ല എല്ലാവരും രക്ഷിക്കപ്പെട്ടത്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുക, പീറ്റർ പറയുക, ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞിരിക്കുന്ന വചനം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നിർമ്മിത കഥയൊന്നുമല്ല, ഞങ്ങൾ കണ്ടതാണ്, ഞങ്ങൾ ഐ വിറ്റ്നസസ് ആണ് അല്ലെ. അപ്പൊ അത് തന്നെയാണ് 1-ാമത്തെ ചാപ്റ്റർ ജോണിന്റെ അല്ലെ ലേഖനത്തില് അല്ലെ, ഗോസ്പൽ അല്ല ലേഖനത്തില് ജോണും അങ്ങനെ തന്നെ പറഞ്ഞേക്കും, ഞങ്ങൾ ഐ വിറ്റ്നസസ് ആണ്, ഞങ്ങൾ ഞങ്ങളുടെ കണ്ണ് കണ്ടതാണ്, ഞങ്ങൾ കൈകൾ ഹാൻഡിൽ ചെയ്തതാണ്. ആ ജീവന്റെ എന്താ പറയണ വചനത്തെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. യേശുവാണ് ജീവന്റെ വചനം. അപ്പൊ ഇറ്റേണൽ ലൈഫ് അല്ലെ, ഇറ്റേണൽ ലൈഫിനെ പറ്റിയാണ് ഞങ്ങൾ സംസാരിക്കുന്നത് എന്ന് എന്താ പറയാ ജോണോട് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ അപ്പോസ്തലന്മാർ ജോണും
പീറ്ററും അല്ല അവർ കണ്ണുകൊണ്ട് കണ്ടതാണല്ലോ. അവർ യേശുക്രിസ്തുവിനെ കണ്ടു. അപ്പൊ അവര് പ്രീച്ച് ചെയ്യുന്ന അവര് കണ്ട കാര്യങ്ങളാണ്, അവരുടെ എക്സ്പീരിയൻസിൽ നിന്നാണ് പ്രീച്ച് ചെയ്യുന്നത് അല്ലെ. പിന്നെ യേശുക്രിസ്തു അവരോട് പറയുന്ന കാര്യങ്ങൾ, ഹോളി സ്പിരിറ്റ് ഗോഡ് അവർക്ക് റിവീൽ ചെയ്ത് കൊടുക്കുന്ന കാര്യങ്ങൾ. ഇനി പറയാ, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവങ്കൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നുള്ള ശബ്ദം അതിശ്രേഷ്ഠ തേജസ്സിങ്കൽ അതിശ്രേഷ്ഠ തേജസ്സിങ്കൽ നിന്ന് വന്നപ്പോൾ പിതാവായ ദൈവത്താൽ അവന് മാനവും തേജസ്സും ലഭിച്ചു. ഞങ്ങൾ അവനോടുകൂടെ വിശുദ്ധ പർവ്വതത്തിലിരിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്നുള്ള ഈ ശബ്ദം ഉണ്ടായത് കേട്ടു. അപ്പൊ നമുക്കറിയാം, ഇത് മൗണ്ട് ഓഫ് ട്രാൻസ്ഫിഗറേഷനിൽ വെച്ച് നടന്ന കാര്യത്തെപ്പറ്റി പീറ്റർ പറയുവാണ്, ഞങ്ങളിത് നിങ്ങളോട് പറഞ്ഞത് ഇത് ഉണ്ടാക്കി ചമച്ചു കൂട്ടി ഞങ്ങളുടെ ബുദ്ധിയിൽ ഉദിച്ച ഒരു കഥയൊന്നുമല്ല, ഇത് ദൈവം ഞങ്ങളുടെ മുമ്പ് പ്രത്യക്ഷപ്പെട്ട കാര്യമാണ് ഞങ്ങൾ നിങ്ങളോട് പറയുമെന്ന് പറയുക. ഇനി അപ്പൊ ഇതിപ്പോ പീറ്റർ ഇങ്ങനെ പറയുന്നതിന്റെ കാര്യം എന്ന് വെച്ചാല്, രണ്ടാമത്തെ ചാപ്റ്ററിൽ നമുക്കറിയാൻ പറ്റും, പീറ്റർ ഈ എന്താ പറയാ ടീച്ചേഴ്സിനെ പറ്റി പറയാൻ പോവാണ്. അപ്പൊ അതിന് ഒരു മുന്നോടിയായിട്ട് പത്രോസ് പറയുവാണ്, ഇതാ കാര്യം, ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞു തരുന്നത് വെച്ചാൽ ഒരു കഥയൊന്നുമല്ല, മെനഞ്ഞെടുത്ത കഥയല്ല, ഞങ്ങൾ കണ്ട കാര്യമാണ്, ഞങ്ങളെ എക്സ്പീരിയൻസ് ചെയ്ത കാര്യമാണ്. ഇനി പ്രവാചകന്മാരെ പറ്റി പറയാം. അപ്പൊ നമുക്കറിയാം, യേശു തന്നെ പറഞ്ഞിട്ടുണ്ട്, സ്ക്രിപ്റ്റേഴ്സ് എല്ലാം എഴുതിയിരിക്കുന്ന യേശു ക്രിസ്തുവിനെ പറ്റിയാണ് അല്ലെ. അപ്പൊ പ്രവാചകന്മാര് വഴി ദൈവം യേശു ക്രിസ്തുവിനെ പറ്റി, യേശുവിന്റെ വരവും മരണവും ഉയർത്തെഴുന്നേൽപ്പും എല്ലാം പ്രവചിച്ചു കഴിഞ്ഞപ്പോ അല്ലെ, പ്രവചിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ അതെല്ലാം ഒരു വെളിച്ചമായിട്ട് ഇവരുടെ മുമ്പിലുണ്ട് എന്നാ പറഞ്ഞിരിക്കുന്നത്. പ്രവാചക വാക്യവും അധികം സ്ഥിരമായിട്ട് നമുക്കുണ്ട്. നേരം വെളുക്കുകയും നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഉദയനക്ഷത്രം ഉദിക്കുകയും ചെയ്യുവോളം ഇരുണ്ട് സ്ഥലത്ത് പ്രകാശിക്കുന്ന വിളക്ക് പോലെ അതിനെ കരുതി കൊണ്ടാൻ നന്നു. തിരുവഴുത്തിലെ വചനം ഒന്നും സ്വന്തമായ വ്യാഖ്യാനങ്ങൾ ഉളവാക്കുന്നതല്ല എന്ന് ആദ്യം തന്നെ അറിഞ്ഞുകൊള്ളണം. പ്രവചനം ഒരിക്കലും മനുഷ്യന്റെ ഇഷ്ടത്താൽ വന്നല്ല, ദൈവ കൽപ്പനയാൽ മനുഷ്യർ ആത്മനിയോഗം പ്രാപിച്ചു സംസാരിച്ചത്ര. അപ്പൊ പീറ്ററോട് പറയുവാണ്, ഞങ്ങൾ കണ്ട കാര്യമാണ്, ഞങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത കാര്യമാണ് ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പ്രവചനങ്ങൾ വാക്യങ്ങൾ ഉണ്ടല്ലോ. അപ്പോ അത് വന്നിരിക്കുന്ന മനുഷ്യരുടെ നിർമ്മിതമായിട്ടുള്ള കാര്യമല്ല, മനുഷ്യർ നിർമ്മിച്ചതല്ല, മനുഷ്യർക്ക് തോന്നുന്ന രീതിയിൽ എഴുതി വെച്ചല്ല, ദൈവം ഹോളി സ്പിരിറ്റ് ഗോഡ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ മുമ്പിൽ രണ്ട് കാര്യങ്ങളുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാല്, പ്രവചനം അല്ലെ, പ്രവാചകന്മാർ വഴി ദൈവം കൊടുത്തിരിക്കുന്ന ഓരോ പ്രവചനങ്ങൾ കിടക്കുന്നു, അത് എന്താ പറയുക, ഇരുട്ടിലെ വെളിച്ചമായിട്ട് തന്നെ നിങ്ങളുടെ മുമ്പിലുണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം വെച്ചാൽ, നിങ്ങളെ ടീച്ച് ചെയ്യിച്ചിരിക്കുന്ന കാര്യങ്ങൾ അല്ലെ, ഞങ്ങളുടെ എക്സ്പീരിയൻസ്, ഞങ്ങൾ കണ്ടതും കേട്ടതുമായിട്ട് കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നു. അപ്പൊ അത് ഉണ്ട്, നിങ്ങളുടെ മുമ്പിൽ ഉണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ പീറ്റർ ഇവിടെ എന്നെ പറയാൻ ഉദ്ദേശിച്ച് വെച്ചാല്, പീറ്റർ പഠിപ്പിക്കുന്നതെല്ലാം ട്രൂ ആയിട്ടുള്ള, പീറ്റർ പഠിപ്പിച്ചതും ഇവർക്ക് മനസ്സിലാക്കുന്ന കാര്യങ്ങൾ ട്രൂ ആയിട്ടുള്ള കാര്യം, സത്യമായിട്ടുള്ള കാര്യങ്ങളാണ് എന്നാ പറഞ്ഞിരിക്കുക. അപ്പോസ്തലന്മാർ പഠിപ്പിക്കുന്ന കാര്യങ്ങളും ഇവർ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന ഇത് സ്ക്രിപ്റ്റേഴ്സിൽ നിന്ന് അല്ലെ, എന്താ പറയാ, പ്രവചനത്തിൽ നിന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുന്ന ട്രൂ ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയാം. ഇനി അത് കഴിഞ്ഞതിന് ശേഷം ഇത് ഇത്ര ഒരു ഇൻട്രഡക്ഷൻ പോലെ പത്രോസ് പറഞ്ഞതിന് ശേഷം പറയുവാണ്, എന്നാൽ കള്ളപ്രവാചകന്മാരുണ്ടായിരുന്നു, ജനത്തിന്റെ ഇടയിൽ ഉണ്ടായിരുന്നു. അങ്ങനെ നിങ്ങളുടെ ഇടയിലും ദുരുപദേഷ്ടാക്കന്മാർ ഉണ്ടാകും. അവർ നാശകരമായ മതഭേദങ്ങളെ നുഴയിച്ചു തങ്ങളെ വിലയ്ക്ക് വാങ്ങിയ നാഥനെ തള്ളിക്കളഞ്ഞു ഞങ്ങൾക്ക് തന്നെ ശീഘ്രനാശം വരുത്തും. അവരുടെ ദുഷ്കാമ പ്രവൃത്തികളെ പലരും അനുകരിക്കും. അവർ നിമിത്തം സത്യമാർഗം ദുഷിക്കപ്പെടും. അവർ ദ്രവ്യാഗ്രഹത്തിൽ കൗശലവാക്കു പറഞ്ഞു നിങ്ങളെ വാണിഭം ആക്കും. അവർക്ക് പൂർവ്വകാലം മുതൽ ന്യായവിധി താമസിക്കാതെ വരുന്നു. അവരുടെ നാശം ഉറങ്ങുന്നതുമില്ല. അപ്പൊ ഇവിടെ പീറ്റർ പറയുവാണ്, തങ്ങളുടെ ജെനുവിനിറ്റിയെ പറ്റി പറഞ്ഞ ശേഷം പിന്നെ പീറ്റർ പറയുവാണ്, കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കള്ളപ്രവാചകന്മാരുണ്ട് നിങ്ങളുടെ ഇടയിൽ എന്ന്. കള്ളപ്രവാചകന്മാർ അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നത് പോലെ തന്നെ ഇന്ന് നിങ്ങളുടെ ഇടയിൽ ദുരുപദേഷ്ടകന്മാർ ഉണ്ടാകും എന്ന് പറഞ്ഞിരിക്കും. അവർ നാശകരമായ മതഭേദങ്ങളെ നുഴയിച്ചു തങ്ങളെ വിലയ്ക്ക് വാങ്ങിയ നാഥനെ തള്ളിപ്പറിച്ച് തങ്ങൾക്ക് തന്നെ ശീഘ്രനാശം വരുത്തും. അപ്പൊ നാശകരമായിട്ടുള്ള മതഭേദങ്ങളെ നുഴയിച്ചു എന്ന് പറഞ്ഞപ്പോ ഡിസ്ട്രക്റ്റീവ് ഹെറസീസ് എന്ന അവിടെ ഇംഗ്ലീഷിൽ ഒരു വേർഡ് എഴുതി വെച്ചിരിക്കുന്നത്, ഡിസ്ട്രക്റ്റീവ് ഹെറസീസ്. അത് നുഴയിച്ചു തങ്ങളെ വിലയ്ക്ക് നാഥനെ തള്ളിപ്പറഞ്ഞു തങ്ങൾക്ക് തന്നെ ശീഘ്രനാശം വരുത്തുന്നു. അവരുടെ ദുഷ്കാമ പ്രവർത്തികളെ പലരും അനുകരിക്കുക. അവർ നിമിത്തം സത്യമാർഗം ദുഷിക്കപ്പെടും. അപ്പൊ ഇവര് ഒരുപാട് കള്ള ടീച്ചേഴ്സുമാര് അല്ലെ, ദുരുപദേഷ്ടാക്കന്മാർ നമ്മളുടെ ഇടയിൽ ഉണ്ടായിരിക്കും.
നമ്മുടെ ഇടയിലേക്ക് വരും എന്നന്നെ പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം അപ്പോസ്തല പ്രവർത്തനത്തിന്റെ 20 അത് തന്നെയാണ്. പീറ്റർ വഴി സോറി പോൾ വഴി ഉം, ദൈവം പറഞ്ഞ് എഫേസ്യൻ ചർച്ചിന്റെ എൽഡേഴ്സിനോട് പറഞ്ഞിരിക്കുന്ന കാര്യം അത് തന്നെയാണ് അല്ലെ. വെച്ചാൽ ഒരുപാട് ദുരുപദേശകന്മാർ അവരുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ എഴുന്നേക്കും, പുറത്തുനിന്ന് വരുവാൻ വരും അല്ലെ. നുഴഞ്ഞു കയറുക തന്നെ ചെയ്യും. അങ്ങനെ ഒരുപാട് ദുരുപദേശകന്മാർ വരിക തന്നെ ചെയ്യും അല്ലെ. അപ്പോ ദുരുപദേശകന്മാർ വന്ന് മതഭേദങ്ങളും നിങ്ങളെ വിളിച്ച് തങ്ങളെ വിലയ്ക്ക് വാങ്ങിയ നാഥനും തള്ളിപ്പറന്ന് പറയുമ്പോൾ എന്താണ് ദുരുപദേശകന്മാര് പഠിപ്പിക്കാൻ പോകുന്നത് അല്ലെ. ദൈവത്തിന്റെ യേശുക്രിസ്തുവിന്റെ ഗ്രേസിനെ പറ്റി കരുണയെ പറ്റി അല്ലാതെ വേറെ എന്ത് പറഞ്ഞെന്ന് പറഞ്ഞാലും അല്ലെ, ഗ്രേസിനെ പറ്റി അല്ലാതെ വേറെ എന്ത് പറഞ്ഞെന്ന് പറഞ്ഞാലും ദൈവത്തിനെ ഗ്ലോറിഫൈ ചെയ്യുന്ന കാര്യമല്ല വേറെ എന്ത് കാര്യം പറഞ്ഞെന്ന് പറഞ്ഞാലോ അതെല്ലാം മതഭേദങ്ങൾ എന്ന് വെച്ചാൽ ഡിസ്ട്രക്റ്റീവ് ഹെരസി തന്നെയാണ് അല്ലെ. അപ്പോ നമുക്കറിയാം യേശു ദൈവമല്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി മുസ്ലിങ്ങളെല്ലാം തലങ്ങും വിലങ്ങും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പൊ അതൊരു ഹെരസി ഉണ്ട്. അപ്പൊ അതുപോലെ യേശു മാത്രമാണ് സത്യം അല്ലെ, പിതാവ് കള്ളം പറയത്തില്ല. അപ്പൊ പിതാവ് പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ പുത്രൻ മാത്രമാണ് സത്യം. യേശു സത്യവും വഴിയുമാണ് അല്ലെ. അപ്പൊ ജീവനുമാണ്. അപ്പൊ യേശു അല്ല വേറെ ഒരു സത്യവുമില്ല. പിതാവിലേക്ക് പോകാൻ വേറെ ഒരു കാര്യവുമില്ല, വേറൊരു സത്യവുമില്ല, ഒരു വഴിയില്ല, ഒന്നുമില്ല അല്ലെ. അപ്പൊ അങ്ങനെയാകുമ്പോ യേശുവിനെ പറ്റിയുള്ള കാര്യങ്ങളല്ല പറയുന്നെങ്കിൽ, യേശുവിനെ ഗ്ലോറിഫൈ ചെയ്യുന്ന കാര്യമുള്ള സത്യമായിട്ടുള്ള കാര്യമല്ല പറയുന്നതെങ്കിൽ അത് ഒരു ഹെരസി തന്നെയാണ്, അത് മതഭേദങ്ങൾ തന്നെ. അപ്പൊ അതാണ് നമുക്ക് ചുറ്റോടിറ്റുള്ളത്. ഇനി നമ്മുടെ ചർച്ചിന്റെ അകത്തുള്ള കാര്യത്തെ പറ്റിയാണ് നമ്മൾക്ക് ഡിസ്കസ് ചെയ്യണം. പുറത്ത് ഒരുപാട് പേര് കാര്യങ്ങള് യേശു എന്താ പറയാ വെറും മനുഷ്യനാണെന്നും വെറും ഒരു പ്രോഫറ്റ് ആണെന്നും ഒക്കെ പറയാൻ വേണ്ടി പ്രവാചകൻ എന്നൊക്കെ പറഞ്ഞൊക്കെ നടക്കുന്ന ആൾക്കാരുണ്ട്. പല ദൈവങ്ങൾ ഒരു ദൈവമാണെന്നൊക്കെ പറയുന്നത് അതൊക്കെ ഉണ്ട്. സമയം അത് ഇഷ്ടം പോലെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനെപ്പറ്റി നമ്മൾ ബോധറേണ്ട കാര്യമില്ല. പക്ഷെ ഇവിടെ നമ്മുടെ ചർച്ചിന്റെ ഉള്ളിൽ കാര്യത്തെ പറ്റിയാ പറയുന്നത്. ഇപ്പൊ 3ാമത്തെ ചാപ്റ്ററിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ പത്രോസ് അഡ്രസ് ചെയ്തിരിക്കുന്ന വേറൊരു കൂട്ടം ആൾക്കാരെ പറ്റിയാണ്. സ്കോഫേഴ്സ് എന്ന് വെച്ചാൽ കളിയാക്കുന്ന ആൾക്കാരല്ലേ, എന്താ പറയാ മോക്ക് ചെയ്യുന്ന ആൾക്കാരെ പറ്റി, യേശുവിന്റെ വരവിനെ പറ്റി അവർ മോക്ക് ചെയ്യുന്നു, പല കാര്യത്തെ പറ്റി അവർ മോക്ക് ചെയ്യുന്നു. അപ്പൊ ഇങ്ങനെ പറയുന്നു. അപ്പൊ ഇത്ര നാളായിട്ട് വരുമെന്ന് പറഞ്ഞിട്ട് ആളവിടെ കണ്ടില്ലല്ലോ എന്നൊക്കെ ഇവർ ചോദിക്കുന്ന തരത്തിലെ കാര്യങ്ങൾ. അപ്പൊ അത് തന്നെയല്ല. പിന്നെ അതിന്റെ ചാപ്റ്ററിന്റെ അവസാനത്തേക്ക് വരുമ്പോഴേക്കും പിന്നെ പറയുക പോള് ദൈവം പോൾ വഴി എഴുതുന്ന ലെറ്ററുകളെ വളച്ചൊടിച്ചുകൊണ്ട് അവർക്ക് ഇഷ്ടമുള്ള രീതിയിലേക്ക് ആക്കി മാറ്റാൻ ശ്രമിക്കുന്ന ആൾക്കാർ അല്ലെ. അപ്പൊ ദൈവം ഇങ്ങനെ പത്രോസോട് പറയും, ഞാൻ ഇതൊക്കെ പറയുന്നതിന്റെ കാര്യം എന്താന്ന് വെച്ചാല് നിങ്ങള് വീണു പോകരുത് അല്ലെ. അതിനുവേണ്ടിയാണ് നിങ്ങളിപ്പോ സ്റ്റെഡ് ഫാസ്റ്റ് ആയിട്ട് നിങ്ങൾ നിൽക്കുവാണ്, ദൈവത്തെ കുറിച്ച് നിൽക്കണം. പക്ഷെ നിങ്ങൾ വീണ്ടും പോകാനായിട്ട് വരത്തില്ല. അപ്പൊ ഇനിയിപ്പോ ഈ മതഭേദങ്ങളെന്ന് പറഞ്ഞുള്ള ആ വാക്കിലേക്ക് വരുവാണെങ്കിൽ ഡിസ്ട്രക്റ്റീവ് ഹെരസി എന്ന് പറയുവാണെങ്കിൽ ഇത് ഇങ്ങനെയാണല്ലേ. എന്തൊരു കാര്യമാണല്ലേ യേശുവിനെ കൃത്യമായിട്ട് സംസാരിക്കുന്നില്ലെങ്കിൽ യേശു ആരാണെന്ന്, നമ്മൾക്ക് വേണ്ടി എന്താണ് ചെയ്തതെന്ന് അല്ലെ, നമ്മളുടെ സ്ഥാനം എന്താണ് യേശു ക്രിസ്തു എന്നുള്ളത് അല്ലെ എന്നുള്ള കാര്യങ്ങൾ നമ്മൾക്ക് കൃത്യമായിട്ട് പറയുന്നില്ല എങ്കിൽ ഏത് ടീച്ചർ ആയിക്കോട്ടെ അതെല്ലാം അവര് പറയുന്നത് ഹെരസി തന്നെയായിരിക്കും അല്ലെ. അപ്പൊ 1ാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ ദൈവം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, അതിപ്പോ 2 തൊട്ട് 4 വരെ വാക്കുകളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, നമുക്ക് ഈ ലോകത്തിൽ ജീവിതത്തിനും ഗോഡ്നെസ്സിനുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ദൈവം നമുക്ക് തന്റെ പവർ വഴി നമുക്ക് തന്നു കഴിഞ്ഞിരിക്കുകയാണ് അല്ലെ. അപ്പൊ നമുക്ക് എങ്ങനെ അത് ആക്സസ് ചെയ്യാൻ, നമുക്ക് എങ്ങനെ കിട്ടും? യേശുവിനെ പറ്റിയുള്ള നോളജ് വഴി, ദൈവത്തെ പറ്റിയുള്ള നോളജ് വഴി നമുക്ക് കിട്ടുന്നത് അല്ലെ. അപ്പൊ അത് തന്നെയല്ല അറിവ് കൊണ്ട് അല്ലെ. അപ്പൊ അത് തന്നെയാണ് ദൈവം നമ്മോട് പറഞ്ഞിരിക്കുക, ഒരുപാട് പ്രഷ്യസ് ആയിട്ടുള്ള പ്രോമിസുകൾ ദൈവം തന്നിരിക്കുക, നമുക്ക് വളരെയധികം വിലപ്പെട്ടതായിട്ടുള്ള വാഗ്ദാനങ്ങൾ, പ്രോമിസുകൾ ദൈവം തന്നിരിക്കുക. അപ്പൊ ആ പ്രോമിസ് വഴി നമുക്ക് ദൈവത്തിന്റെ ഡിവൈൻ നേച്ചറിലേക്ക് നമ്മൾക്ക് പ്രവേശനമാണ് തരുന്നത് അല്ലെ. ദൈവത്തെ യേശു ക്രിസ്തുവിനെ പോലെ ആയിത്തീരുന്നുണ്ട്. അപ്പൊ അതാണ് ദൈവത്തിന്റെ ആഗ്രഹം, നമ്മള് അവന്റെ ഡിവൈൻ നേച്ചറിന്റെ പാർട്ടാകുക, യേശുവിനെ പോലെ ആയിത്തീരുക എന്നുള്ളതാണ്. അപ്പൊ ഈ ലോകത്തിലേക്ക് ദൈവം വന്നത് എന്താ പറയാ, നമ്മളെ നല്ല മനുഷ്യരോ നല്ല കുറച്ച് ക്രിസ്ത്യൻസോ ആക്കുന്നതിന് വേണ്ടിയല്ല, യേശുവിനെ പോലെ ആക്കി തീർക്കുന്നതിന് വേണ്ടിയാണ്. ആത്മാവിൽ മരിച്ചവരായിരുന്ന ആത്മാവ് മരിച്ചവരായിരുന്ന വ്യക്തികൾ, ദൈവത്തിൽ നിന്ന് കിലോമീറ്ററുകൾ അകലത്തിലായിരുന്ന വ്യക്തികളെ യേശുവിലേക്ക് തിരിച്ചു കൊണ്ടുവന്നുകൊണ്ട്, പിതാവിലേക്ക് തിരിച്ചു കൊണ്ടുവന്നുകൊണ്ട് അല്ലെ നമ്മളെ ജീവനുള്ളവരാക്കി തീർത്തിരിക്കുകയാണ്. അപ്പൊ ആ ജീവൻ എന്ന് പറയുമ്പോ, ജീവിതം എന്ന് പറയുമ്പോൾ യേശുവിന്റെ ജീവിതത്തെ പറ്റി പറയുന്നത്, അല്ലാതെ മനുഷ്യരായിട്ടുള്ള ജീവിതത്തെ പറ്റിയല്ല. പിന്നെ പറയും നമ്മളുടെ ഹ്യൂമൻ ആയിട്ടുള്ള നേച്ചർ കളഞ്ഞുകൊണ്ട്, ആടത്തിന്റെ DNA കളഞ്ഞുകൊണ്ട് യേശുക്രിസ്തുവിന്റെ DNA തന്നിരിക്കുകയാണ്. അപ്പൊ അത് പഠിപ്പിക്കുന്നില്ല എങ്കിൽ അല്ലെ, നമ്മൾ ആരാണെന്നും യേശുവിൽ ആരാണെന്നും
നമ്മൾ ഇനി നമ്മുടെ ജഡത്തിൽ സ്വഭാവത്തിലുള്ള വ്യക്തികളല്ല എന്നും നമ്മൾ സ്പിരിറ്റ് ബീങ്ങുകളെന്നും നമുക്ക് പറഞ്ഞ് പഠിപ്പിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ജഡത്തിന് എന്താ പറയണേ, ജഡത്തിനെ കുറച്ചും കൂടെ പോഷിപ്പിക്കത്തക്ക രീതിയിലുള്ള സത്യം അവരുണ്ടാക്കിയിരിക്കുന്ന സത്യങ്ങളാണ് പറയുന്നതെങ്കിൽ അല്ലെ, അങ്ങനെ പഠിപ്പിക്കുന്ന പ്രവാചകന്മാർ അല്ലെങ്കിൽ ടീച്ചർമാരൊക്കെ ഉണ്ടെങ്കിൽ അവരെല്ലാം ചെയ്യുന്നത് എന്താ പറയാ, ദൈവത്തിന്റെ ഗ്രേസ്, യേശുക്രിസ്തുവിന്റെ ഗ്രേസിൽ എന്താ പറയാ ആശ്രയിക്കാതെ എന്താ പറയണ ആശ്രയിക്കരുതെന്ന് മറ്റുള്ളവരെ പറഞ്ഞു പഠിപ്പിക്കുക ചെയ്യുന്നല്ലേ. അപ്പൊ എന്താ പറയണേ, അങ്ങനെ ദൈവത്തിന്റെ ഗ്രേസിൽ ആശ്രയിക്കുന്ന ആരെങ്കിലും ഒക്കെ പറഞ്ഞു പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അവര് എന്ത് ഡിസ്ട്രക്റ്റ് ഹെരസി തന്നെ ചെയ്യുന്ന വ്യക്തികളാണ് അല്ലെ. അപ്പോ ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാല്, ആരാണ് നമ്മൾ യേശു എന്നുള്ളത്, എന്താണ് യേശു ക്രിസ്തു നമ്മൾക്ക് വേണ്ടി ചെയ്യുന്നുള്ള കാര്യം അത് നമ്മൾ മനസ്സിലാക്കി അത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുകയും ചെയ്യണം അല്ലെ. നമ്മളത് കൃത്യമായിട്ട് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ എന്താ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാല്, അവരും ഇങ്ങനെ ജഡത്തിൻ്റെതായിട്ടുള്ള കാര്യത്തിൽ അവര് ഭയങ്കരമായിട്ട് വ്യാപൃതരായി പോകും. പിന്നെ ദൈവത്തിന്റെ ഗ്രേസിനെ പറ്റി അവർക്ക് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാകത്തില്ല അല്ലെ. അപ്പോ മനുഷ്യരെ ജഡത്തിലാക്കി നിർത്തുക തന്നെ, ജഡത്തിന്റെ സ്വഭാവത്തിലാക്കി നിർത്തുക എന്നുള്ളത് തന്നെ അത് പിശാചിന്റെ വലിയൊരു ആഗ്രഹമാണ് അല്ലെ. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, അവരുടെ കാമ പ്രവർത്തികളെ പലരും അനുകരിക്കും, അവർ നിമിത്തം സത്യമാർഗം ദുഷിക്കപ്പെടും. അപ്പൊ സത്യമാർഗം ദുഷിക്കപ്പെടണം എന്നുള്ള തീരുമാനത്തോടുകൂടിയാണ് ഈ ആൾക്കാർ വന്നിരിക്കുന്നത്. സത്യമാർഗത്തെ ഞങ്ങൾ എന്താ പറയാ ദുഷിക്കും എന്നുള്ള തീരുമാനത്തോടുകൂടിയാണ് അവർ വന്നിരിക്കുന്നത് അല്ലെ. അപ്പൊ അവർ നിമിത്തം സത്യമാർഗം ദുഷിക്കപ്പെടും. പിന്നെ എന്താ പറയാ, പലരും ഇവരെ ഫോളോ ചെയ്യും അല്ലെ. പലരും ഇവരെ ഫോളോ ചെയ്യുന്ന ദൈവം പറഞ്ഞേക്കും. ഇപ്പൊ ഫോളോ ചെയ്യുന്ന എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല്, ദൈവവുമായിട്ടുള്ള ഒരു കണക്ഷൻ ഇല്ല, ദൈവമായിട്ടുള്ള ബന്ധമില്ല, എന്താ പറയുക, ദൈവത്തെ പറ്റി അറിയത്തില്ല. അപ്പൊ നമുക്ക് ഈ ലോകത്ത് ജീവനും എന്താ പറയാ ഗോഡ്ലിനെസ്സിനും അല്ലെ ദൈവികതയ്ക്കും വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ദൈവം നമുക്ക് ഓൾറെഡി ചെയ്തു തന്നെങ്കിൽ, പിന്നെ യേശുവിനെ പറ്റിയുള്ള അറിവുകൊണ്ട് നമുക്ക് അത് നേടാമെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ മറ്റുള്ളവർ പറയുന്നത് കേട്ടു പോകുന്നില്ല. എന്ന് വെച്ച് കഴിഞ്ഞാല്, ഇല്ലാത്തെന്ന് വെച്ചാൽ കഴിഞ്ഞാല് ദൈവവുമായിട്ടുള്ള ഒരു പേഴ്സണൽ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് അല്ലെ. അപ്പൊ അങ്ങനെയാകുമ്പോ ദൈവം നമ്മോട് പറയുന്ന കാര്യം, ദൈവത്തെ അറിയുക, യേശുക്രിസ്തുവിനെ അറിയുക, യേശു ആരാണെന്നും എന്താണ് നമ്മൾക്കൊണ്ട് ചെയ്തു തന്നിരിക്കുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ നമുക്ക് ദൈവമായിട്ടൊരു പേഴ്സണൽ ബന്ധമുണ്ടായിരിക്കും. അപ്പൊ അങ്ങനെയാകുമ്പോൾ ഇതേപോലെ ആൾക്കാർ പല കാര്യങ്ങളും പറഞ്ഞു അല്ലെ. ഇവിടെ മൂന്നാമത്തെ വാക്ക് പറഞ്ഞിരിക്കും, അവർ ദ്രവ്യാഗ്രഹത്തിൽ കൗശല വാക്ക് പറഞ്ഞു നിങ്ങളെ വാണിപ്പാക്കുന്നു പറഞ്ഞിരിക്കും. അപ്പൊ ദ്രവ്യാഗ്രഹത്തെ പറ്റിയൊക്കെ പറഞ്ഞുകൊണ്ട്, പ്രോസ്പെരിറ്റി ഗോസ്പിളൊക്കെ പറഞ്ഞുകൊണ്ട് അല്ലെ വരുന്ന ആൾക്കാർ അല്ലെ, അവർക്ക് മണി കിട്ടണം, അതിനു വേണ്ടി അല്ലെ നിങ്ങൾ കുറച്ചങ്ങോട്ട് കൊടുക്കുക, കുറച്ച് കൊടുത്തു കഴിയുമ്പോൾ ദൈവം വാരിക്കോരി ഇങ്ങോട്ട് തരും എന്നൊക്കെ തരത്തിലുള്ള എന്താ പറയുക ടീച്ചിങ്ങുമായിട്ട് വരുന്ന ടീച്ചർമാർ അല്ലെ. ദൈവത്തിന്റെ എന്താ പറയുക, കുഴപ്പമില്ല, എല്ലാ കാര്യത്തിലും കോംപ്രമൈസ് ചെയ്യുക, യേശു എല്ലാം അറിയും എന്ന്, നിങ്ങൾ മനുഷ്യന്ന് യേശുവിനെ അറിയാലോ, അങ്ങനെയൊക്കെ തരത്തിലുള്ള നമ്മുടെ ജഡത്തിന്റെ സ്വഭാവത്തെ, എന്തും ആയിക്കോട്ടെ ജഡത്തിന്റെ സ്വഭാവത്തെ അല്ലെ, അതിനെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് അത് അങ്ങനെ തന്നെയാണെന്ന് പറഞ്ഞ് പഠിപ്പിക്കുക. ജഡത്തിന്റെ സ്വഭാവത്തെ എന്താ പറയുക പിന്നെയും ഗ്ലോറിഫൈ ചെയ്യുന്ന രീതിയിലുള്ള പഠിപ്പിക്കലാണെങ്കിൽ അല്ലെ, നമ്മളെ എന്നും ജഡത്തിന്റെ സ്വഭാവത്തെ തന്നെ നിർത്തി നിൽക്കണം എന്നുള്ള ഒരു മോട്ടിവേഷനോടുകൂടി ഒരു മനസ്സുകൊണ്ട് പ്രീച്ച് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവരെല്ലാം ചെയ്യുന്ന കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ ഡിസ്ട്രക്റ്റ് ഹെരസി, മതഭേദങ്ങളെ പറ്റി പറഞ്ഞ് പഠിപ്പിക്കുകയാണ് മനുഷ്യർ ചെയ്യുന്നത്. അപ്പൊ അത് നാശത്തിലേക്ക് കൊണ്ടുപോകുന്നത്. എന്തൊരു കാര്യത്തിലും യേശുവിന്റെ എന്താ പറയുക ഗ്രേസിൽ അല്ലെ, മഹിമയില്, നമ്മോട് കാണിച്ച കരുണയിലല്ല നമ്മൾ ആശ്രയിക്കുന്നെങ്കിൽ അല്ലെ, എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ഒരു ഡിസ്ട്രക്റ്റ് ഹെരസിയിലായി പോകുക തന്നെ ചെയ്യുന്നത്. അപ്പൊ നമുക്കറിയാം, ആന്റിയോക്ക് ചർച്ചിൽ വന്ന ഒരു കൂട്ടം ആൾക്കാര്, ജെറുസലേം ചർച്ചിൽ ആന്റിയോക്ക് ചർച്ചിൽ വന്ന ഒരു കൂട്ടം ആൾക്കാര് എന്താ പറയാ, ഇത് സർക്കംസിഷൻ കഴിഞ്ഞില്ല എങ്കിൽ അവർക്ക് രക്ഷയില്ലെന്ന് പറഞ്ഞിരിക്കുന്ന ആൾക്കാർ, അതേപോലെ തന്നെ അതൊരു ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഹെരസി, മതപരമായിട്ടുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരുപാട് പേര് നമ്മളുടെ ഇടയിൽ ഇന്നും ഉണ്ട് എന്ന് ദൈവം പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ എക്സ്ട്രീംലി കെയർഫുൾ ആക്കി, യഥാർത്ഥത്തിലുള്ള യേശുക്രിസ്തു, മനുഷ്യ നിർമ്മിതമായിട്ടുള്ള യേശുക്രിസ്തു, നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് പലരുടെ ഇഷ്ടത്തിനനുസരിച്ച് യേശുക്രിസ്തുവിനെ, യേശുവിന്റെ സ്വഭാവത്തെയൊക്കെ എന്താ പറയുക വളച്ചൊടിക്കുകയോ ചെയ്യുന്നത് അല്ലെ, സ്വഭാവത്തെ പറ്റിയുള്ള അറിവിനെ വളച്ചൊടിക്കുകയോ ചെയ്യുന്നത്. അത് തന്നെയാണല്ലോ ഇപ്പൊ ഇന്ന് വെസ്റ്റേൺ വേൾഡൊക്കെ നടക്കുന്ന കാര്യം അല്ലെ. ഗേ മാരേജും കാര്യങ്ങളും ഒക്കെ എന്തുകൊണ്ടാണ് ന്യൂ ഏജ് റിലീജിയനും ഒക്കെ എങ്ങനെയാണ് ഉണ്ടായി വരുന്നത്? കാരണം വെച്ചാൽ അവർക്ക് ഇഷ്ടമുള്ള രീതിയിലേക്ക് യേശുവിനെ മാറ്റിമറിക്കുന്നു അല്ലെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ മാറ്റിമറിക്കുന്നു അല്ല, ദൈവത്തിനെ ആർക്കും മാറ്റിമറിക്കാൻ പറ്റത്തില്ല, പക്ഷെ അവരുടെ കൺസെപ്റ്റിനെ മാറ്റിമറിക്കുന്നത്, യേശുവിനെ അല്ലെ യഥാർത്ഥത്തിലുള്ള യേശുവിനെ അല്ല അവർ പ്രീച്ച് ചെയ്യുന്നത് എന്ന് ചുരുക്കം അല്ലെ. അപ്പൊ അതല്ല
ഇതെല്ലാം ഡിസ്ട്രക്റ്റീവ് ഹെരസിയാണ്, മതഭേദങ്ങളാണ്. അപ്പോൾ നമ്മളോട് എക്സ്ട്രീംലി കെയർഫുൾ ആയിരിക്കുക എന്ന് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കുന്നതും നമ്മൾ പ്രീച്ച് ചെയ്യുന്നതും യഥാർത്ഥ യേശു ക്രിസ്തുവിനെ ആയിരിക്കണം. മനുഷ്യനിർമ്മിതമായിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ആകരുത്. നമ്മുടെ താളത്തിനൊത്ത്, നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച്, നമ്മുടെ കംഫോർട്ടിനനുസരിച്ച് നമ്മൾ മാറ്റിമറിച്ച് പിന്നെ പ്രീച്ച് ചെയ്യുന്ന യേശുവിനെ പറ്റിയല്ല ദൈവം പറയുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങൾ ദൈവത്തിന് സ്വീകാര്യമല്ല. ഒന്നാമത് ദൈവം വെറുക്കുന്ന കാര്യങ്ങൾ. നമ്മളിപ്പോൾ കൃത്യമായിട്ട് ആരാണ് യേശുവെന്നും എന്താണ് നമ്മളെന്നും യേശുവിൽ നമ്മൾക്ക് എന്താണ് പൊസിഷൻ എന്നുള്ള കാര്യം കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുകയും അതനുസരിച്ച് പ്രീച്ച് ചെയ്യുകയും ചെയ്യണം. പിന്നെ അതിനേക്കാളെല്ലാം ഉപരിയായിട്ട് എന്താ പറയുക, ഒരു ബന്ധം, ഒരു റിലേഷൻഷിപ്പ് യേശുവുമായിട്ടുണ്ടായിരിക്കണം, അല്ലെ? അപ്പൊ സേറ്റൻ സമയങ്ങൾ കാലാകാലങ്ങളിൽ ഇങ്ങനെ ഓരോരുത്തരെയും നമ്മുടെ ചർച്ചിലേക്ക് വിട്ടുകൊണ്ടിരിക്കും, അല്ലെ? എല്ലാവരും ദൈവത്തിന്റെ മക്കളൊന്നുമല്ല, സേറ്റന്റെ മക്കളും ഉണ്ട്, അല്ലെ? ഇസ്രായേൽ മക്കളോട് ദൈവം പറഞ്ഞിരിക്കും, നിങ്ങള് എല്ലാവരും ഒന്നും ദൈവത്തിന്റെ മക്കളൊന്നുമല്ല, സേറ്റന്റെ പിശാചിന്റെ മക്കളും ഉണ്ട്. അപ്പൊ ചർച്ചിലും അങ്ങനെയൊക്കെ തന്നെ കാര്യം. ഇന്നത്തെ പ്രത്യേകിച്ച് ചർച്ചിലൊക്കെ, പണ്ടത്തെ കാലത്തെ ചർച്ചിന്റെ ഒരു ഫയറും കാര്യങ്ങളും ഒന്നും ഇന്നില്ല, അല്ലെ? നമ്മള് എല്ലാം അഡ്ജസ്റ്റിംഗ് ആയിട്ടങ്ങ് പോയിക്കൊണ്ടിരിക്കുക, പലരും അഡ്ജസ്റ്റിംഗ് ആയിട്ടങ്ങ് പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ അവിടെ ആകുമ്പോ ഒരുപാട് പുറമേ നിന്നുള്ള ആൾക്കാർ, അല്ലെ, എന്ന് വെച്ച് കഴിഞ്ഞാല് ദൈവത്തിൻ്റെതായിട്ടല്ലാത്ത ആൾക്കാർ പലരും ഉണ്ട് ചർച്ചിൽ എന്ന് പറഞ്ഞിരിക്കുന്നത്. പല പാസ്റ്റർമാര് പ്രീച്ച് ചെയ്യുന്ന കാര്യങ്ങൾ, അല്ലെ, യഥാർത്ഥത്തിലുള്ള യേശു സത്യത്തെ പറ്റി അല്ലാതെ പ്രീച്ച് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെ, പ്രോസ്പെരിറ്റി ഗോസ്പൽ, അങ്ങനെ പല കാര്യങ്ങളുണ്ടല്ലോ. അപ്പൊ അതൊക്കെ എന്താ പറയുക, ദൈവം പറയുന്ന ഇങ്ങനെയാ, അതെല്ലാം ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഹെരസിപ്പെടുന്ന കാര്യമാണ്. അപ്പൊ അങ്ങനെ അതിലൊക്കെ ചെന്ന് ചാടാതിരിക്കാൻ നമ്മൾ ശ്രമിക്കും, അല്ലെ? അപ്പൊ അതിനെപ്പറ്റി പറഞ്ഞപ്പോ നമുക്കൊരു പേഴ്സണൽ റിലേഷൻഷിപ്പ് വേണം ദൈവമായിട്ട്. അങ്ങനെ പേഴ്സണൽ റിലേഷൻഷിപ്പ് ഉള്ളപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ബാധിക്കാൻ പോകുന്നില്ല. അപ്പം നമുക്ക് ഡിസൈൻമെന്റ് ഉണ്ടാകും, നമുക്ക് എന്താ പറയുക, ബുദ്ധി ഉണ്ടാകും, നമുക്ക് ഇതിനെ എല്ലാത്തിനും അവോയ്ഡ് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം, നമുക്കൊരു പേഴ്സണൽ റിലേഷൻഷിപ്പ് വേണം, നമുക്ക് ദൈവത്തിന്റെ വചനത്തിൽ നമുക്ക് ആഴമായിട്ടുള്ള ഗ്രാഹ്യം ഉണ്ടായിരിക്കണം, റെവലേഷൻസ്, അല്ലെ, വെളിപാടുകൾ ദൈവത്തിൽ നമുക്ക് കിട്ടണം. അപ്പോൾ അതിനെപ്പറ്റി എനിക്ക് പറയാം, ഒന്ന് പ്രാർത്ഥിച്ചു നിർത്താം. ഹല്ലേലൂയ ഫാദർ, പ്രൈസ് ആൻഡ് വർഷിപ്പ് യു മൈറ്റി ഫാദർ. താങ്ക് യു ജീസസ് മാസ്റ്റർ. കർത്താവേ ഓൾമൈറ്റി, താങ്ക് യു ജീസസ് മാസ്റ്റർ. ഹല്ലേലൂയ ഫാദർ ഗോഡ്, പ്രൈസ് ആൻഡ് വർഷിപ്പ് യു. അങ്ങനെ പോലത്തെ ഒരു ദൈവമില്ല കർത്താവ് ലോർഡ് ഫാദർ. താങ്ക് യു ജീസസ് മാസ്റ്റർ ഗോഡ്, പ്രൈസ് യു ആൻഡ് വർഷിപ്പ് യു. താങ്ക് യു ജീസസ് മാസ്റ്റർ. പ്രൈസ് കൊണ്ട് കർത്താവ് ഞങ്ങൾക്ക് വെളിപ്പെടുത്താണെന്ന് അപേക്ഷിക്കുന്നു. കർത്താവെ അങ്ങേയുമായിട്ട് ഒരു ഡീപ്പായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ്ങിലേക്കും ഒരു റിലേഷൻഷിപ്പിലേക്കും വരാനുള്ള കൃപ തരുന്ന അപേക്ഷിക്കുന്ന കർത്താവ്, ഒരുപാട് റെവലേഷൻ ഞങ്ങൾക്ക് തരുന്ന അപേക്ഷിക്കുന്ന യേശുവിൻ നാമത്തിൽ ആമേൻ. അപ്പോൾ നമുക്ക് പേഴ്സണൽ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ദൈവമായിട്ടുണ്ടാകണം, റെവലേഷൻസ് ദൈവത്തിൽ നിന്ന് കിട്ടണം. അങ്ങനെയാകുമ്പോൾ നമുക്ക് ദൈവത്തിൽ വളരാൻ സാധിക്കും. അങ്ങനെ വളരുന്ന വ്യക്തികൾ ഒരിക്കൽ പോലും ഇതേപോലെയുള്ള ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഹെരസീസ് കൊണ്ട് നമുക്ക് വീഴിക്കാൻ സാധിക്കത്തില്ല. അപ്പം അതിനെപ്പറ്റി എനിക്ക് പറയുള്ളൂ. അപ്പം ഇന്ന് കണ്ടതിന് നന്ദി. ദൈവത്തിനകത്ത് മഹത്വം ഉണ്ടാകട്ടെ.